ആര് അല്ലെങ്കിൽ നീ എനിക്ക് ആരായിരുന്നു എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്. ഉത്തരം കുറച്ച് കഠിനമായിരിക്കും. ചില ആൾക്കാർ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം തരുമായിരിക്കും. പക്ഷേ മിക്കവർക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ പറയാൻ സാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം അവർക്ക് തന്നെ ഉള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ധാരണ പോലും ഇല്ല. അപ്പോൾ പിന്നെ അവർ ഞാൻ നിനക്ക് ആരായിരുന്നു എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ ഞാൻ നിനക്ക് ആരാണ് എന്ന ചോദ്യത്തിന് എങ്ങനെ ഉത്തരം തരും? പിന്നെ ചില കേസസ് ഉണ്ട് കേട്ടോ. അതായത് ചിലരോടുള്ള സ്നേഹം അല്ലെങ്കിൽ നമുക്കുള്ള ഒരു അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റാത്ത തരത്തിലുള്ള അടുപ്പങ്ങളുണ്ട്. അതിനൊരു ഉത്തരം പറയാത്തിടത്തോളം കാലം അതൊരു അൺകണ്ടീഷണൽ ലവ് ആണ്. ആ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് ഇമ്മെഷറബിൾ ലവ് എന്ന് വിളിക്കാം. അതായത് അളവില്ലാത്ത പ്രണയം, അളവില്ലാത്ത സ്നേഹം. അങ്ങനെ ഒരു ഇമ്മെഷറബിൾ ലവ് ഉള്ള പേഴ്സൺസ് നമുക്ക് നോക്കുമ്പോഴാണ് എത്ര പിണങ്ങിയാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് തന്നെ നമ്മൾ പോകുന്നതിൻ്റെ ഒരു കാരണം. ആ ഒരു വ്യക്തിയെ ഒരിക്കലും നമ്മൾ സ്നേഹിച്ച അത്രയും സിൻസിയർ ആയിട്ടാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കാനോ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അതിലെന്തായാലും ഒരാൾ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ആളായിരിക്കും. മറ്റേ ആൾ എന്താണെന്ന് വഴിയെ കണ്ടറിയേണ്ടിയും വരും. സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത KPSC ലളിത എന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്. നിങ്ങൾക്കെല്ലാം തന്നെ അത് സുപരിചിതമായിരിക്കും. എതിരെ നിൽക്കുന്ന ആളിൻ്റെ ഉള്ളൊന്നറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പാവങ്ങളാണ് എന്നുള്ളത്. എപ്പോഴും നമ്മളൊരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡിലോട്ട് അല്ലെങ്കിൽ സെൽഫിഷ് മൈൻഡിലോട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യാതെ പോകുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കാം, ജീവിതത്തിൽ എത്ര സ്നേഹിച്ചിരുന്നു എന്നറിയണമെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ക്ഷമിച്ചിരുന്നു എന്നുകൂടി അറിയണം. ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ജീവിത സഖിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിയാവാം, കാമുകനാകാം, അവരെല്ലാവരും ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ ആത്മാർത്ഥമായി നിങ്ങളോട് ക്ഷമിച്ച് വീണ്ടും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എന്തുമാത്രം ഇമ്മെഷറബിളായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന്, അളവില്ലാതെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് അക്ഷരം തെറ്റാതെ നമുക്ക് പറയാൻ സാധിക്കും. ജീവിതം വളരെ വിശാലമാണ്, പക്ഷേ ജീവിക്കാനുള്ള സമയമോ വളരെ കുറവ്. ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തി വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ സ്നേഹിക്കാനായിട്ട് പഠിക്കുക. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുക, നിലപാടുകളില്ലാതെ, നിർവചനങ്ങളില്ലാതെ, ഒരു ഉപാധിയും കൂടാതെ. എല്ലാവർക്കും നന്മയുള്ളൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.